ഇപ്പോൾ ഇലക്ഷൻ എടുത്തെത്തി എന്ന് പറയാം. ഇപ്പോൾ മങ്കട മണ്ഡലത്തിൽ വീണ്ടും ഒരു സ്ഥാനാർത്ഥി ആവർത്തനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലും എല്ലായിടത്തും കേൾക്കുന്നത്. വീണ്ടും മങ്കടയിൽ UDF മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മഞ്ഞളാംകുഴി അലി തന്നെയാണ് വരുന്നത് എന്ന്. സാർ അതിനെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാൻ ഒരാളോടും വീണ്ടും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ആരും എന്നോട് നിങ്ങൾ മത്സരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടില്ല. ആരാണെങ്കിലും UDFൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഏർപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. വമ്പിച്ച ഭൂരിപക്ഷത്തിന് UDFൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഉറപ്പാണ്. ഇത്തവണയും മങ്കടയിൽ UDF മുന്നണി തന്നെ ഭരണം. അതിലെന്താ സംശയം? ഒരു സംശയമില്ലല്ലോ. കാരണം ഈ പ്രാവശ്യത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 37,000 വോട്ടാണ് ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് ഭൂരിപക്ഷം. 35,000 വോട്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഭൂരിപക്ഷം. 7 പഞ്ചായത്തും ഉടനെ ഭരിക്കുന്ന UDF ആണിപ്പോൾ. അതിൽ 32,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഈ പഞ്ചായത്ത് തലത്തിൽ ലഭിച്ചിട്ടുള്ളത്. അതിന് തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള പാർലമെൻറ്റ് ഇലക്ഷനിൽ ഏകദേശം 45,000 വോട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ഇതിൽ നിന്നൊക്കെ ഞങ്ങൾ വളരെ വലിയ ഉയർച്ച നേടിയിട്ടുണ്ട്. കുറേയധികം ആൾക്കാർ, പ്രത്യേകിച്ചും ചെറുപ്പക്കാർ, ധാരാളം നമ്മളോട് സഹകരിച്ചിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സംശയമില്ല, എന്ത് തന്നെയായാലും ഞങ്ങൾ തന്നെ ആയിരിക്കും, UDF തന്നെ ആയിരിക്കും ഉടനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുക. സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ ഏകദേശമൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തയ്യാറായി അവസാന ഘട്ടത്തിലായിരിക്കും. 2-3 ദിവസത്തിനുള്ളിൽ എന്തായാലും സ്ഥാനാർത്ഥി ഒരു പ്രഖ്യാപനം വന്നിരിക്കും. അപ്പോൾ അലി എന്ന ഒരു മഞ്ഞളാംകുഴി അലി എന്ന MLA പേര് അതിലുണ്ടോ എന്നാണ്. എനിക്കറിയില്ല, ഞാനറിയില്ല, അബ്സല്യൂട്ട്ലി എനിക്കറിയില്ല. കാരണം ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടേ ഇല്ല. ഉണ്ടെങ്കിൽ ആദരണീയനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ഞങ്ങൾ പ്രവർത്തനം തുടങ്ങും എൻ്റെ പേരിലാണെങ്കിൽ. അതല്ലെങ്കിൽ ഞങ്ങൾ കൃത്യമായിട്ട് സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആരാണ് നമ്മുടെ സ്ഥാനാർത്ഥി, അവരെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടും. അല്ലാതെ ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് എനിക്കറിയില്ല, ഇതുവരെ അറിയില്ല. പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ ആദ്യം ഒരു സംശയമല്ല, സന്തോഷത്തോടു കൂടി നിൽക്കും. മങ്കടയിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ മങ്കടയിൽ അതുപോലെ തന്നെ, മങ്കടയിൽ എന്ന് പറഞ്ഞാൽ പാർട്ടി എവിടെ പറയുന്നത് അവിടെ. ഓക്കെ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു മെയിൻ സ്ട്രീം ചാനലിലൊക്കെ വന്നിട്ടുള്ളത്, ഇടതു മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ കുന്നത്ത് മുഹമ്മദ്, അവർ മുസ്ലിം ലീഗിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. പിന്നീട് അവിടുന്ന് പിണങ്ങിപ്പോയി, അല്ലെങ്കിൽ പാർട്ടി മാറിപ്പോയി എന്നൊരു ഇതാണ്. അവരാണ് LDF മുന്നണിയുടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതിനെതിരെയുള്ളൊരു പ്രതികരണം? അല്ല, അതൊന്നും നമുക്ക് ഇമ്മെറ്റീരിയല്ല. ആര് എന്തായാലും ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ അപ്പുറത്ത്. ആര് മത്സരിക്കുകയാണെങ്കിൽ ഇമ്മെറ്റീരിയലാണ്. ഞങ്ങളുടനെ ദൈവം സഹായിച്ച് വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്നതാണ് പ്രതീക്ഷ. ജനങ്ങൾ മുഴുവൻ ഞങ്ങളുടെ കൂടെ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഒരു സംശയമില്ല, ജനങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെയാണ്, ഒരു സംശയമില്ല. ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഉറപ്പല്ലേ? ഈ നിർബന്ധമായിട്ടും ഈ ഭരണം, കേരളത്തിലുള്ള ഈ ഭരണം മാറണമെന്ന് CPMൻ്റെ നല്ല നേതാക്കന്മാർ വരെ ആഗ്രഹിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഓരോരോ MLA അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോരല്ലേ. ഐഷ പോറ്റി വന്നു, സുധാകരൻ വന്നു, ശശി വന്നു, അങ്ങനെ പല ആൾക്കാരും, അതിൽ കുറേയധികം ആൾക്കാർ വരുന്നുണ്ട്. കാരണം ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ മുഴുവനും ഈ പ്രാവശ്യം UDFനെ വോട്ട് ചെയ്യുക. നല്ല കമ്മ്യൂണിസ്റ്റുകാരൊക്കെ, നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ, നല്ല നല്ല ആൾക്കാർ പല ഭാഗത്തും ഉണ്ട്. അവരൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണം എന്നുള്ളത് ആഗ്രഹിക്കുന്നവരൊക്കെ ഉറപ്പായിട്ട് ഈ പ്രാവശ്യം UDFനായിരിക്കും വോട്ട് ചെയ്യുക. ഈ പെട്രോളിന് നമുക്ക് എവിടുന്ന് കൊണ്ടുപോകണോ? നമുക്ക് മണാലിന്ന് വാങ്ങാം. ലഡാക്കിൽ പോകുമ്പോൾ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ 300 കിലോമീറ്റർ വരെ ഉണ്ട്. 300 കിലോമീറ്ററോ? ഈ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചുറ്റിനും മല, അതിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ്, അതിലൂടെ നമ്മൾ രണ്ടാണ് ബുള്ളറ്റിൽ പോകുന്നത്. ഈ ഒന്ന് ഓർത്ത് നോക്കിയാടാ. എടാ ബസ്സിൽ കിട്ടാ, ആക്സിഡന്റ് ഒന്ന് കൊടുത്താ. വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു. മുറിച്ച് കളയണമെന്നാണ് കൊണ്ടുപോടത്തൊക്കെ പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽ ഷിഫയെ കൊണ്ടുപോകാം. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.